UDF സർക്കാർ അധികാരത്തിൽ വന്ന് കൃത്യം 100 ദിവസം തികഞ്ഞത് ഇന്നലെയായിരുന്നു. വലിയ പൊട്ടലും ചീറ്റലുമില്ലാതെ 100 ദിവസം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇതോടെ ഇത്രകാലം ഒതുക്കി വെച്ചിരുന്ന മുന്നണിക്കുള്ളിലെ വടംവലിയും ആഭ്യന്തര ഭിന്നതകളും മറനീക്കി പുറത്തേക്ക് വന്നു തുടങ്ങി. ഭരണം മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നുവെന്നും മന്ത്രിമാർക്കിടയിൽ ലെവലേശം ടീം വർക്കില്ലെന്നുമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾക്കിടയിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പുകൾ തമ്മിലുമുള്ള പരസ്യപോര് സർക്കാരിനെ നാണക്കേടിലാക്കുന്നത്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനവുമായും ഫീസ് നിർണയവുമായും ബന്ധപ്പെട്ട മേൽനോട്ട സമിതി അധ്യക്ഷനായി മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് KP ബാലചന്ദ്രനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയമിച്ചതാണ് പോരിന് വഴി തുറന്നത്. ആരോഗ്യ വകുപ്പിനെ തീർത്തും ഇരുട്ടിൽ നിർത്തിയും യാതൊരു കൂടിയാലോചനയും നടത്താതെയുമാണ് ഈ നിർണായക നിയമനം നടത്തിയതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ പ്രധാന പരാതി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഏകപക്ഷീയ നടപടിയിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ ആരോഗ്യമന്ത്രി K മുരളീധരൻ നിയമനം റദ്ദാക്കാൻ തയ്യാറായില്ലെങ്കിൽ തങ്ങളുടെ വകുപ്പ് പ്രത്യേകം സമിതിയെ നിയമിക്കുമെന്ന പരസ്യമായി മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. മേൽനോട്ട സമിതി അധ്യക്ഷന്റെ നിയമനത്തിലുണ്ടായ അനാസ്ഥയും കാലതാമസവും സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തെയും മാനേജ്മെന്റുകളുമായുള്ള ചർച്ചകളെയും താളം തെറ്റിച്ച പശ്ചാത്തലത്തിലാണ് ഈ തുറന്ന പോര്. തർക്കങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് ആരോഗ്യമന്ത്രി പുറമെ പറയുന്നുണ്ടെങ്കിലും സമിതി നിയമനത്തിലെ വിയോജിപ്പ് ഇപ്പോഴും പുകയുകയാണ്. 4.5 വർഷത്തെ ഫീസ് മാത്രമേ ഈടാക്കാവൂ എന്നിരിക്കെ അതിൽ കൂടുതൽ ഫീസ് വാങ്ങുന്ന മാനേജ്മെന്റുകളുടെ താളത്തിനൊത്ത് തുള്ളേണ്ടതില്ലെന്നും വിദ്യാർത്ഥികളുടെ താല്പര്യം മുൻനിർത്തി മാത്രമേ ഇനി തുടർ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നടിച്ചു. ഇതിനെല്ലാം പുറമെ ലോകായുക്ത ഉപലോകായുക്ത പദവികൾ വഹിച്ചവർക്ക് പിന്നീട് സർക്കാരിന് കീഴിൽ പുനർനിയമനം നൽകാൻ പാടില്ലെന്ന വ്യവസ്ഥ കാറ്റിൽ പറത്തിയാണ് ജസ്റ്റിസ് KP ബാലചന്ദ്രന്റെ ഈ വിവാദ നിയമനം നടന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. സ്വന്തം വകുപ്പുകൾ തമ്മിൽ പരസ്പരം ഏകോപനമില്ലാതെ കൊമ്പ് കോർക്കുന്നതും നിയമവിരുദ്ധമായി പദവികൾ നൽകുന്നതും 100 നാൾ തികയുന്ന UDF സർക്കാരിന്റെ കൊടും കാര്യസ്ഥതയുടെയും ഏകാധിപത്യ ഭരണത്തിന്റെയും തെളിഞ്ഞ തെളിവായി മാറുകയാണ്.